സംസാരിക്കാൻ അനുവദിക്കാം. നമുക്ക് അവരെന്തായാലും അന്വേഷിക്കാൻ വന്നതല്ലേ, നമുക്കതിന് സഹകരിക്കാം. ഒറ്റ ചോദ്യം കൂടെ ഉള്ളൂ. ഞാനിത് കഴിഞ്ഞാൽ ഞാൻ പോവുകയും ചെയ്യും. ഞാൻ പറഞ്ഞു ശരി ശരി, ഓക്കെ സമ്മതിച്ചു. പിന്നെ ഇനി ഒരുപാട് ദൂരെ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ പിന്നെ സംഭവം ചോദ്യങ്ങളൊന്നും ഒറ്റ ചോദ്യം, ലാസ്റ്റ് ചോദ്യം. ഇപ്പൊ പിന്നെന്താ പറയുക, ഓഡിയൻസ് ഇതായ വർത്താനം പറയല്ല, അവർ പറയുന്നത് ഒറ്റ ചോദ്യമുള്ളൂ. ഒന്നും വിചാരിക്കരുത് പ്ലീസ്. പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുമല്ലോ കേട്ടോ. ഇനിയില്ല എൻ്റെ ഒരു ചോദ്യം 2 മിനിറ്റ് കൂടി ആ ഒരു പോയിന്റിലേക്ക് വീണ്ടും വരികയാണ്. ഇത്രയും ബുദ്ധിമുട്ടായി വരുന്ന ആളുകൾ 2 മിനിറ്റ് കൊണ്ട് മാറണമെങ്കിൽ ചികിത്സാ രീതിക്ക് അപ്പുറത്തേക്ക് ഇപ്പൊ നമ്മൾ ഒരു എന്താ പറയാ പുറത്തു നിന്നുള്ള ഒരു സൂപ്പർ സോഴ്സ് എന്നൊക്കെ പറയുക, ഒരു മലയാള വേർഡ് എനിക്ക് വരുന്നില്ല, അമാനുഷികമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിദ്ധികൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മന്ത്രവാദം പോലത്തെ സംഭവം, അതാണ് പച്ചക്ക് ചോദിക്കണം. അതുകൊണ്ട് ഒന്നും തോന്നരുത്. ഇതിപ്പോ ഇതിലിരിക്കുന്ന പല ആളുകളും സംശയം ഉണ്ടാവാം, ചോദിക്കാൻ പേടിച്ചിട്ടായിരിക്കും ചോദിക്കുക. അങ്ങനത്തെ എന്തെങ്കിലും ആണോ? അതുകൂടി ഈ ഒരു ആദ്യം മനസ്സിലാക്കേണ്ടത്, ലോകത്തിലെ ഒരു ചികിത്സയിലും ഒരു അത്ഭുതവും നടക്കില്ല എന്നുള്ളതാണ്. ചികിത്സയിൽ ഒരു അത്ഭുതവുമില്ല. കൃത്യമായ ശരീരശാസ്ത്രത്തിൻ്റെയും മർമ്മശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ശരിയായ ശ്രദ്ധയുടെയും ഗുരുത്വത്തിൻ്റെയും ബലത്തിലാണ് മുഴുവൻ ചികിത്സയും നടക്കുന്നത്. കെട്ടിപ്പിടിച്ചോ, ഉമ്മ വെച്ചോ, തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചോ, പ്രാർത്ഥിച്ചോ, ഉടുക്ക് കൊട്ടിയോ, ഉറുക്ക് കെട്ടിയോ, മന്ത്രി ചൂതിയോ ഒന്നും ചികിത്സിക്കാൻ പറ്റില്ല. അങ്ങനെ ചികിത്സിക്കാനാണെങ്കിൽ വരുന്ന എല്ലാവരും സുഖപ്പെടണം. എല്ലാവരും ഒന്നും സുഖപ്പെടാറില്ല. അനുസരണയുള്ള ആൾക്കാര് വാക്കും കൊടുക്കുന്നില്ല. എന്തോ എല്ലാവരും ഞങ്ങൾ മാന്ത്രിക ശക്തിയുള്ള ആൾക്കാരൊന്നുമല്ല, സാധാരണ മനുഷ്യന്മാർ. അത് ചികിത്സിക്കാൻ, ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റാത്ത ആൾക്കാരെ ഞങ്ങൾ പറഞ്ഞയക്കുന്നു പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും. അപ്പോ നമ്മൾക്ക് കുറച്ചും കൂടി നമ്മൾ സെലക്റ്റീവാണ്. ഒന്ന്, ഞങ്ങൾക്ക് ചികിത്സിച്ചാൽ സുഖപ്പെടുന്ന ആൾക്കാരായിരിക്കണം. പിന്നെ ഇത് സെലക്ട് ചെയ്ത ആൾക്കാർ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കണം. പറയണ മനസ്സിലാവുന്നോ? അതല്ലാതെ ഒരു സ്വാമിയുണ്ട്, സ്വാമി അങ്ങ് തൊട്ടു, അല്ലെങ്കിൽ ഒരു മന്ത്രവാദിയുണ്ട്, മൂപ്പരങ്ങ് മന്ത്രം ചൊല്ലി, അതല്ലെങ്കിൽ ഒരു മൊല്ലാക്കയുണ്ട്, മൂപ്പര് മന്ത്രിച്ചൂതി, അല്ലെ ഒരു പാസ്റ്റർ ഉണ്ട്, തലയെ വെച്ച് കൈ വെച്ച്, നടക്കില്ല. ഈ ചികിത്സ എന്നല്ല, ലോകത്തെ ഒരു ചികിത്സയും അത്ഭുത ശക്തി കൊണ്ട് സുഖപ്പെടുത്താൻ പറ്റില്ലെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. ഒരു 2 മിനിറ്റിന്റെ ആ ഒരു മർമ്മ ചികിത്സ എനിക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും കാണാം. അപ്പൊ ഞാൻ കുറച്ചുകൂടെ നിങ്ങൾ പറയുന്ന ആ ഒരു കാര്യങ്ങളൊന്നും കൂടി മനസ്സിലാക്കിയതിന് ശേഷം, ഞാൻ ഇപ്പോഴും പറഞ്ഞു ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല, കണ്ടതിന് ശേഷം വിശ്വസിക്കുള്ളൂ. നിങ്ങൾ ഇന്ന് വൈകുന്നേരം ഇവിടെ ഇങ്ങനെ